കേന്ദ്രത്തോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് ഇതുവരെ ഗവൺമെന്റ് മുൻപോട്ട് പോയതെങ്കിൽ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. മലയാളിക്ക് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഏറ്റുമുട്ടലിന്റെ കാലം കഴിഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. അന്നും LDF നയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് കള്ളം പറയുന്ന അത്ര നല്ല സ്വഭാവമല്ല. MOU നിർത്തിവെക്കണമെന്ന് നവംബർ മാസം 12-ാം തീയതി കേരളം രേഖാമൂലം കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുള്ളതാണ്. അധികാരിക്ക് കൊടുത്തത് രേഖപ്പെടുത്തിയിട്ടില്ല. നോക്കിക്കേ, മാമച്ചന് ഇത് എവിടുന്ന് കിട്ടിയതാ വിവരാവകാശം. ഈ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് റദ്ദാവും എന്ന അതിനെങ്ങനെയാണ് നിയമസാധുത? കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കള്ളക്കൊയിലിനെ ആരും ഫീനിക്സ് പക്ഷി എന്ന് വിളിക്കാറില്ല. നിന്നെ പോലത്തെ ഒരു പെരുന്നുണൻ ആരുടെ സത്യം പേരിട്ടത്? എന്താണ് നിയമസാധുത ഇല്ലാത്തത്? MOU ഈ പദ്ധതിയുടെ വ്യവസ്ഥ തന്നെ അതല്ലല്ലോ. അല്ല, പദ്ധതിയിൽ അതിനകത്ത് അത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു പോയിന്റ് അല്ല. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ താനൊരു തറവാടിയല്ലേ? താൻ എന്ത് കൊള്ളരുതായ്മയോട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് കാണിച്ചു കൂട്ടിയത് എനിക്ക് മനസ്സിലാവുള്ളൂ. ഈ പദ്ധതിയിൽ 30 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ട് പിന്മാറാം. MOU-ൽ ആർക്ക് പിന്മാറാം? ആര് പറയും? എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ? അനിൽകുമാർ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ലക്ഷ്യമായോ അല്ലെങ്കിൽ മുൻകൂർ നോട്ടീസ് നൽകിയോ പിന്മാറാൻ കഴിയില്ല എന്നുള്ളത് ആ വ്യവസ്ഥയിൽ തന്നെ ഉണ്ട്. അത് പിന്മാറേണ്ടതാണ്. പിന്മാറണമെങ്കിൽ അതിനുള്ള അവകാശം അത് കേന്ദ്ര സർക്കാരിനാണ്. ചോദ്യം ന്യായം. അതായത് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയിട്ട് ഇവരെന്താ തൂക്കിക്കൊല്ലുവോ? ഞങ്ങൾക്ക് നടപ്പാക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പേരിൽ കേരളത്തെ പിരിച്ചുവിടുവോ? അതിന് രാഷ്ട്രീയ ആർജവം വേണം. ആ ആർജവം ഞങ്ങൾ കാണിച്ചു. ഒന്ന് നിർത്ത്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. മുന്നണിയും മന്ത്രിസഭയും പോലും അറിയാതെ PM ശ്രീ കരാറിൽ ഒപ്പിട്ടു എന്നാണ് CPI നേതൃത്വം പോലും പരസ്യമായിട്ട് നിലപാടെടുത്തതും അവർ വലിയ പ്രതിഷേധം ഉന്നയിച്ചത്. എന്ത് ഘട്ടത്തിലാണ് അത് ഒപ്പിട്ടത്? ഇപ്പോഴും ആ പദ്ധതി അങ്ങനെ നിലനിൽക്കുകയാണ്. ഒരു തരത്തിലും റദ്ദായിട്ടില്ല. ഒരു തരത്തിലുള്ള നിയമസാധുതയും ഈ കൊടുത്തെന്ന് പറഞ്ഞ ഈ കത്തിനില്ല. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. പിന്നെ അന്ന് ഒപ്പിട്ടത് ഏത് സാഹചര്യത്തിൽ, ആരൊക്കെ എതിർത്തു, ഏത് നിലയിൽ ഒപ്പിട്ടു, ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. പോവാത്ത പറ്റുന്നതുകൊണ്ടും അല്ല. അത് ഒട്ടനവധി തവണ വിദ്യാഭ്യാസ മന്ത്രിയും LDF-ന്റെ നേതൃത്വം വിശദീകരിച്ച ഒരു കാര്യം, അന്നത്തെ ഒരു കാര്യമാണ്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഞാൻ ഇപ്പോഴത്തെ അതിന്റെ നില പറയുന്നു. ഇപ്പോ PM ശ്രീ പദ്ധതി സംബന്ധിച്ച പൊസിഷൻ, LDF-ന്റെ പൊസിഷൻ, നവംബർ 12-ന്റെ കത്ത്, മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാട്, മന്ത്രി അറിയിച്ച രാഷ്ട്രീയ നിലപാട്, ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. താനൊക്കെ എപ്പോഴും ഈ നുണയം പറയുന്ന വിശ്വസിച്ച് നടക്കല്ലേ? കഷ്ടം. ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല, ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഇതിനകത്ത് രണ്ട് LDF-ഉം UDF-ഉം ഈ PM ശ്രീ പദ്ധതിയിൽ ചെയ്തത് ഒരേ കാര്യമാണ്. ഒന്ന് ഒപ്പിട്ടു, അതിനുശേഷം വരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അതിനുശേഷം ഒരു മന്ത്രിസഭ ഉപസമിതി വെച്ചു. ആ സമിതി ഒരിടത്തും എത്തിയില്ല. ഒന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. താങ്കൾ വിളിച്ചു വരുത്തിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. ചിക്കൻ ബിരിയാണി തിന്നാനുള്ള കാശൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഈ നിയമപ്രശ്നം അല്ലെങ്കിൽ ഈ നിയമപരമായ കാര്യം എന്ന് പറഞ്ഞാൽ വാക്കിനെ വ്യാഖ്യാനിച്ചതല്ലാതെ താങ്കൾ ഈ പദ്ധതിയുടെ കരാറിന്റെ വിശദാംശങ്ങളിലേക്കോ അത് റദ്ദായി എന്ന് പ്രത്യക്ഷമായ ചോദ്യത്തിന് ഉത്തരത്തിലേക്കോ വന്നിട്ടില്ല. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണോ ഇല്ലേ ഈ മനുഷ്യന്? ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒപ്പിട്ട പദ്ധതി അല്ല എന്നാണ് മറുപടി. അതെങ്ങനെയാണ് ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി വളരെ ആലോചനകൾക്ക് ശേഷം അല്ലെങ്കിൽ വളരെ വലിയ സമരങ്ങൾക്കൊടുവിൽ അത് മുന്നണിക്കെടുത്ത തർക്കങ്ങളൊക്കെ മാറി നിൽക്കട്ടെ, അതിൽ ഒപ്പിടാൻ തീരുമാനിക്കുമ്പോൾ ഈ കാര്യവൽക്കരണ ഭീതിയെ ചെറുക്കാൻ എന്ത് ചെയ്തു, എന്ത് നടപടിയെടുത്തു? അതിലെങ്ങനെയാണ് ഒപ്പിട്ട് നടപ്പാക്കാൻ വേണ്ടി അല്ലാതെ ഒപ്പിട്ടത് എന്ന് എങ്ങനെയാണ് പറയാ? അതൊന്നും എനിക്കറിയാൻ മേല.
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ?